ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അനീഷ ഇന്നലെ പ്രതികരിച്ചതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. എല്ലാവരും കണ്ടു കാണുമായിരിക്കും ഇന്നലത്തെ എപ്പിസോഡ്. നല്ല രീതിയിലാണ് നമ്മുടെ അനീഷ് പ്രതികരിച്ചത്. കാരണം അനീഷ് നമ്മുടെ ഷോഫയാണെങ്കിൽ സ്റ്റാച്ചു ചെയ്ത് നിർത്തിയിട്ട് അനീഷിനെ ഒരു പെൺകുട്ടിയെ പോലെ മേക്കപ്പ് പിടിപ്പിച്ചു. അതിനും അവിടെ നിന്ന് അതെല്ലാം നോക്കി എന്നിട്ട് പോയി അവർ രണ്ടുപേരും കൂടെ കോംബോ ചെയ്ത് നല്ലൊരു ഡാൻസൊക്കെ ആയിരുന്നു. അതിനും അനീഷ് അവരുടെ ഒപ്പം കൂട്ടുനിന്ന് നല്ല രീതിയിൽ എല്ലായിടത്തും നടന്ന് ജോലി ചെയ്തവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ജോലികളെല്ലാം ചെയ്തിട്ടും അനീഷിന് സ്റ്റാർ കൊടുത്തില്ല. സ്റ്റാർ കൊടുക്കാത്തത് കൊണ്ട് ഒനിയനും ടീമിനും 2 സ്റ്റാർ വെച്ച് കൊടുത്തു. അനീഷിനും ഷാനവാസിനും സ്റ്റാർ കൊടുത്തില്ല. ഷാനവാസ് അധികം വലിയ രീതിയിലൊന്നും അത് പ്രതികരിച്ചില്ലെങ്കിലും അനീഷ് നല്ല രീതിയിൽ പ്രതിഷേധിച്ചു. അവിടെ ഇരുന്ന് ഞാൻ ഫുഡ് പോലും കഴിക്കില്ല, അവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഇരുന്നിട്ടും നമ്മുടെ ഷിയാസ് ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് നമ്മുടെ അനീഷ് ഒരിച്ചിരി ഫുഡ് കഴിച്ചത്. എന്നിട്ട് അനീഷ് ചെയ്തതും ഷിയാസിന് മാത്രം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അനീഷ് നേരെ പോയി കിടന്നു. അപ്പോൾ ശോഭയ്ക്ക് അത് ഭയങ്കര ഹർട്ടായി. കാരണം ശോഭയോട് ഗുഡ് നൈറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. ശോഭ കുറേ വിളിച്ചിട്ട് നിന്നില്ല. ലാസ്റ്റ് ശോഭ അനീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് സംസാരിക്കണം വാ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തമിഴിൽ സോഫയിൽ പോയിരുന്ന് സംസാരിച്ച് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ചിരിക്കാനോ സംസാരിക്കാനോ പറ്റില്ല എന്ന്. സത്യമാണ് കേട്ടോ, ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരോടെങ്കിലും എന്തൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരോട് പുറമെ ചിരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. നമുക്ക് പ്രതികരിച്ചിട്ട് ചിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷേ അത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അനീഷ് ചെയ്തത് പറഞ്ഞത് നല്ലതാണ്. അപ്പം ശോഭയെ കൊണ്ട് ലാസ്റ്റ് അനീഷ് മാപ്പ് വരെ പറയിപ്പിച്ച്. പിന്നെ അനീഷ് സോറി പറഞ്ഞു, ഞാൻ ചെയ്തത് സോറി എന്ന് പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അനീഷ്, അത് ആ ഒരു ഗെയിമായിട്ട് എടുക്കണമെന്നൊക്കെ ശോഭ പറഞ്ഞെങ്കിലും ലാസ്റ്റ് പിന്നെ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിച്ച് സോറി എല്ലാം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് നല്ല സോഷ്യലായിട്ട് നല്ലൊരു ഫ്രണ്ട്സായിട്ട് അവർ പിരിഞ്ഞു. പക്ഷെ അനീഷ് നല്ലൊരു ഗെയിമറാണ് അല്ലേ. അപ്പം അനീഷിന് കപ്പ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായി, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഏറ്റവും നല്ല ഗെയിമർ അനീഷാണെന്നും അനീഷ് തന്നെ കപ്പ് കൊണ്ടുവരുമെന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പം എന്നെപ്പോലെ വിശ്വാസമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ.